ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. സെക്കൻഡ് പ്രഡിക്ഷൻ ലിസ്റ്റ്. ആദ്യം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, 7 പേരടങ്ങിയ ഒരു ലിസ്റ്റായിരുന്നു അത്. ഇനി അടുത്ത 7 പേരാണ് പറയാൻ പോകുന്നത്. ആ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത മറ്റ് 7 പേർ അതാരൊക്കെയാണെന്നുള്ളതാണ് നോക്കാം. കഴിഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റ് നമ്മൾ ഇട്ടില്ലേ, അതിനുശേഷം വല്ല കോളും വന്നോ? ആർക്കും ഒന്നും നമുക്ക് ആരെങ്കിലും വിളിച്ചോ? എവിടുന്ന് ഒരു പാട്ടിയും വിളിച്ചിട്ടില്ല. ഞങ്ങളൊന്ന് വിളിക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാടൊക്കെ. ബിഗ് ബോസിനൊന്ന് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇവർക്ക് മനസ്സിലാവേണ്ട ഇതിന് വേണ്ടിയിട്ടാണ്. എല്ലാം ഓരോ കളികളല്ലേ. അതെ അല്ലേ, അതൊരു സത്യം. എന്തായാലും ബിഗ് ബോസ് തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. ഓഗസ്റ്റിലാണ് തുടങ്ങുന്നത്. അപ്പോൾ വിളിക്കാനും ചാൻസ് ഉണ്ട്, വിളിക്കാനും സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൻ്റെ ഭാഗമാണ് ഈ വീഡിയോസൊക്കെ. പിന്നെ ഇതിൻ്റെ ജെന്യൂനിറ്റി അത് നമുക്കിപ്പോൾ പരിശോധിച്ച് പോകേണ്ട കാര്യമില്ല, കാരണം സമയമൊക്കെ ആവുന്നേ ഉള്ളൂ. എന്തായാലും 80% പ്രതീക്ഷിക്കാൻ പറ്റുന്ന ലിസ്റ്റ് കിട്ടാൻ ഇനിയും സമയമുണ്ട്, ഇഷ്ടം പോലെ. അത് ഏകദേശം ജൂലൈയിലേക്കൊക്കെയാണ് ഏകദേശം കേട്ടോ. ഒരു 80% കൺഫേം ആയിട്ടുള്ളതൊക്കെ അങ്ങനെ പുറത്തേക്ക് വരുള്ളൂ. അല്ലാത്ത എല്ലാം പ്രഡിക്ഷൻ തന്നെ. അത് വന്നേക്കാം, വരാതിരിക്കാം, അത്ര. ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്യും. അതിൽ ആദ്യം തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് ആട്ടി ഓടിക്കുന്ന പരിപാടി ഉണ്ട്. സത്യം. രണ്ടാമത്തെ കോളിൽ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു വെച്ചതുണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളതും അറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ലിസ്റ്റിൽ വരാം. പിന്നെ ഈ നമ്മളിപ്പോ പറയുന്ന ആൾക്കാർക്കൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും കോള് പോയിട്ടുണ്ടാവും. കാരണം ഇവരൊക്കെ കാലങ്ങളായിട്ട് ഓരോ സീസൺ തുടങ്ങുമ്പോഴും ഇവരൊക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാവുന്നതാണ് അവര് തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. എന്താണെങ്കിലും 7 പേരുടെ ലിസ്റ്റാണുള്ളത്. ഫസ്റ്റ് ഇത് ആള് ഞെട്ടിക്കണം, പൊളിക്കണം, കേൾക്കുമ്പോ അങ്ങനെ കിട്ടിക്കണം. കോണ്ടസ്റ്റൻസിന്റെ പേര് കേട്ടിട്ട് ആണോ? ആ സാധനമാണ് പറയാൻ കിടുങ്ങി. അല്ല, അതിൽ കൂടുതൽ കിടുങ്ങുന്ന പേരൊന്നും ഞാൻ ഇതിനകത്ത് കണ്ടിട്ടില്ല. ദൃഷ്ടിദ്യുമ്ൻ എന്ന് പറഞ്ഞപ്പോ നെട്ടില്ല. അതിന് മുമ്പ് സാധനം പറഞ്ഞില്ല, എന്താണ് ദൃഷ്ടി. ആ സമയത്തൊന്നും അത് കട്ട് ചെയ്താണ്, വീട് കിട്ടിയതാണ്. അത് ഞാൻ കട്ടൂല ദൃഷ്ടിദ്യുമ്ൻ എന്ന് എന്നിട്ടും തെറ്റിപ്പോയല്ലോ. ഖഡോൽ ഖജൻ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഇതിപ്പോ ഞെട്ടിച്ച് പേരൊക്കെ പറയണമെന്നല്ല. കിട്ടില്ല പേര് ഇതിലുണ്ട്. ഞെട്ടിക്കുന്ന ഒരു പേര് ഞാൻ പറയട്ടെ. പറഞ്ഞോ. ആർക്കും ഇതുവരെ പിടികൊടുക്കാത്ത ഒരാളുടെ പേരാണ്. ആർക്കും ബിഗ് ബോസിലേക്കോ ഈ ആളോ എന്ന് നിങ്ങൾ ആ പേര് കേൾക്കുമ്പോൾ സംശയിക്കും. അങ്ങനത്തെ ഒരു പേര് അനുമോൾ. ഞെട്ടാൻ റെഡി ആയതുകൊണ്ട് ഞെട്ടണല്ലോ. അനുമോള് എല്ലാ കഴിഞ്ഞ സീസണിലും മൊത്തം അതേപോലെ തന്നെ നമ്മളെ പോലെ അല്ല. അങ്ങനെയല്ല, അതായത് സീസൺ 7 ആണ് വരാൻ പോകുന്നത്. ശരിക്ക് 6 സീസണൊക്കെ കഴിഞ്ഞത്. അനുമോള് ബിഗ് ബോസിൽ വരുന്ന സീസൺ നോക്കി കഴിഞ്ഞാൽ ഒരു 25 കഴിഞ്ഞു. സത്യം. അതേ പറഞ്ഞ ഇത് നമ്മള് മാത്രമല്ല, ഏതൊക്കെ പ്രഡിക്ഷനോ അല്ലെ ബിഗ് ബോസിന്റെ ഈ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടോ, എല്ലാവരുടെയും ഫസ്റ്റ് പേരാണുള്ളത്. സത്യം, അനുമോൾ. ഓടിയത് കേറുകയാണ്. അനുമോളാണെങ്കിൽ ഇത് ആയിക്കോട്ടെ, ഒരു ലിസ്റ്റ് അല്ലേ അനുമോള് എടുത്തിട്ടേക്കാം. സത്യം. നമ്മളങ്ങനെയല്ല കേട്ടോ എടുത്തിട്ട്. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. നമുക്കൊരു ചെറിയൊരു സൂചന കിട്ടിയോണ്ട് എടുത്തിട്ടതാണ് അനുമോൾ. ഓക്കെ, അപ്പൊ അനുമോളാണ് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആള്. അനുമോളോടുള്ള റിക്വസ്റ്റ് ആണ്, ഇത്തവണയെങ്കിലും ഒന്ന് പോകണം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉളുപ്പില്ലേ, കുറേ ആയാലും ലിസ്റ്റിൽ ഇങ്ങനെ വരുന്നത്. ഇനിയെങ്കിലും അതിന് വേണ്ടിയിട്ട്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കെങ്കിലും വേണ്ടിയിട്ട്. അതെ, ഇതിനകത്ത് വേറൊരു കാര്യം എന്താ അറിയോ? രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പറയാം, അതായത് ഉളുപ്പ്. അതായത് ഈ പറയുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സംഭവം. അപ്പൊ അങ്ങനെ മൂന്നാമത്തെ കാര്യമുണ്ട്. അതായത് ബിഗ് ബോസിൽ ഇനി ഒരുപാട് സീസൺ വരുമല്ലോ. അപ്പോൾ ഒരിക്കലും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇനി വരാൻ സാധ്യത ഉണ്ടാകാൻ പാടില്ല. ഇതോടെ തീരണം. അങ്ങ് പോയി കൊടുക്ക്. അല്ല പിന്നെ എല്ലാരും അറിയട്ടെ അല്ലേ? അനുമോൾ അറിയാത്തവരുണ്ട്. അങ്ങനത്തെ അറിയുന്നല്ല. അനുമോൾ എന്താണെന്ന് എല്ലാരും അറിയട്ടെ എന്നാ പറഞ്ഞത്. അല്ലാതെ അനുമോള് ഓക്കെ നമുക്കറിയാം. നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റാർ മാജിക്കിൽ മാത്രമല്ലോ ആ മുത്താണ്. ഇനി അതിനകത്തെന്താണോ ബിഗ് ബോസിനകത്ത് പല മുത്തുകളും പവിഴങ്ങളായി മാറുന്നത് ബിഗ് ബോസിന്റെ ഉള്ളിൽ വരുമ്പോഴാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പവിഴമായി മാറട്ടെ. അടുത്തത് സ്ഥിരം വേട്ടമൃഗം ജിഷിൻ മോഹൻ. 1ാമത്തെ സീസൺ 2ാമത്തെ സീസൺ മുതലുള്ള
ആളുടെ സീസണിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 55. ആളുടെ വീഡിയോ എത്തുമ്പോ 550 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. വീഡിയോസിന്റെ എണ്ണം 2K. അതെ, എന്താണെങ്കിലും അത്രയൊക്കെ എത്തിയിട്ടുണ്ടാവും. കാരണം എല്ലാത്തിലും ഉള്ളതാണ് അതെ. ജിഷിൻ മോഹനും ഇപ്പം ഈ സീസണിലും ഉണ്ട്. എന്താ വരുമോ ഇല്ലയോ എന്നുള്ളത് ജിഷിൻ മോഹനും ബിഗ് ബോസ് ടീമിനും അറിയുള്ളൂ. അതെ. എന്താണെങ്കിലും പോയി കൊടുക്കും. ഇതോടെ കൂടി അവസാനിക്കട്ടെ. അത് അതെ, ആ 3 കാര്യം അതാ പറയുന്നത്. അനുമോളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ആ 3 കാര്യങ്ങൾ ഇവിടെ തീരണം. യെസ്. അടുത്തത് ആദിത്യൻ ജയൻ, സീരിയൽ ആക്ടർ. യെസ്. ഒരു ശാന്തനാണെന്ന് തോന്നൂലേ? ശാന്തനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇനി എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഇങ്ങനത്തെ ഷോയിലൊക്കെ വരുമ്പം ഓൾറെഡി എത്ര ശാന്തതയുള്ള ആൾക്കാരാണെങ്കിലും അവസാനം വരുമ്പോഴത്തേക്കും ടെററായി മാറാറുണ്ട്. അത് നമുക്ക് കാണാം, വന്നിട്ടുണ്ടെങ്കിൽ കാണാം. അതെ, ആ ഉള്ളിലുള്ള ശാന്തയെ വലിച്ചു പുറത്തിടാനാണ് ബിഗ് ബോസ് നടത്തുന്നത്. അതെ, സത്യം. അടുത്തത് സൗമ്യ VS, ഫിറ്റ്നസ് ട്രെയിനറാണ്, ആക്ട്രസ് ആണ്. അത് ആ ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ ആവശ്യമുണ്ട് കേട്ടോ ഷോയിൽ. മേ ബി വന്നേക്കാം. അതെന്തായാലും ആ ഒരു മേഖലയിൽ നിന്ന് എന്തായാലും ഒരാൾ വരാറുണ്ട്. നിന്നെ വിളിച്ചായിരുന്നല്ലോ? ഇല്ല, എന്നെ എന്തിനു വിളിക്കുന്നു? നീ ഫിറ്റ്നസ് ട്രെയിനർ അല്ലേ? ഞാൻ മെയിൽ അല്ലടാ, ഫീമെയിൽ ഫിറ്റ്നസ് ട്രെയിനർ അല്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ നോക്കുമ്പോ അങ്ങനെ തന്നെ നോക്കണ്ടേ? അല്ല, ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. നീ പറയുന്നത് വിശ്വസിക്കുന്നു. അല്ലടാ, നിന്നെയൊക്കെ ഞാൻ അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ വന്നിട്ട് അങ്ങനെ നിക്കാം. അപ്പൊ നിനക്കൊക്കെ വിശ്വാസം വരുമല്ലോ. ഏതായാലും അടുത്തത് ഇഷാനി ഇഷ, ആക്ട്രസ് ആണ്, മോഡലാണ്. ആ ഒരു വിഭാഗത്തിൽ നിന്നും ചാൻസ് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ആള് തന്നെ ആയിരിക്കുമല്ലോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ഒരുപാട് ഇങ്ങനത്തെ മോഡൽസിനെ ഒക്കെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവായിരിക്കും. അതിനകത്തുനിന്ന് 1-2 പേരെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അത് എല്ലാത്തിലും അങ്ങനെ തന്നെ. മറ്റേ മുകളിൽ കാണിച്ചില്ലേ മൊത്തം ആക്ട്രസിന്, അതിൽ 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ. എന്തായാലും ഇഷാനി ഇഷ, അവള് മോഡലാണ്, ആക്ട്രസ് ആണ്. നമുക്ക് വലിയൊരു പരിചയമില്ലാത്തൊരു പേരാണ് കേട്ടോ. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ലാത്തതാണ്. എന്തായാലും ഇപ്പൊ പരിചയമില്ലാന്നുള്ളൂ. ഞാൻ വരുമ്പോ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന അതിനുള്ള തയ്യാറായിട്ട് നിൽക്കട്ടെ അല്ലേ? ഇഷാനീഷ ഇപ്പൊ മനസ്സിൽ കരുതുന്നുണ്ടാവും. അത് ഞാൻ അറിയിച്ചു തരാടാന്ന്. ഞാൻ വരുന്നുണ്ടെങ്കിൽ. അടുത്തത് ബിനീഷ് ബാസ്റ്റ്. ഇതും ഒരു 2-3 സീസണിൽ കേൾക്കുന്നതാണ്. അത് അടിപൊളി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു ബിനീഷ് ബാസ്റ്റ്, ആക്ടർ. യെസ്. സ്റ്റാർ മാജിക്കിന്റെ എപ്പോഴും കണ്ടിട്ടുണ്ടോ? അതായത് പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നു കഴിഞ്ഞാല് കൂടുതൽ സ്റ്റാർ മാജിക് ടീമായിരിക്കും കൂടുതൽ വരിക. സത്യം. അത് എന്താണെന്നുള്ള അറിഞ്ഞൂടാ. കാരണം ഈ ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അവര് വന്നേക്കാമെന്ന് വെറുതെ ഊഹിക്കുന്നതാണ് സംശയമുണ്ട്. അല്ല, ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണുകളിലും കഴിഞ്ഞതിന്റെ മുന്നത്തെ സീസണുകളിലും ഒക്കെ ഇതിനകത്തുനിന്ന് തന്നെയാണ് കുറെ ടീമുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അതൊരു കാരണം തന്നെ ആയിരിക്കും കേട്ടോ അത് വരും എന്ന് ചിന്തിക്കുന്നതിന്. അപ്പൊ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തത് രേണു സുധി. ഒരുപാട് ഇപ്പൊ കേൾക്കുന്നുണ്ട്. സുധിയുടെ ഭാര്യ. യെസ്. ആളിപ്പോ ആക്ട്രസ് ആണ്, യെസ്, മോഡലാണ്, എല്ലാം ഏത് വീഡിയോ എങ്ങനെയും പറയാം. ആക്ട്രസ് ആണ്, മോഡലാണ്, ഇൻഫ്ലുവൻസർ ആണ്. എന്താണെങ്കിലും ആളുടെ പേരും കേൾക്കുന്നുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളതൊന്നും കേട്ടോ. പേര് കേൾക്കുന്നുണ്ട്. അല്ല, ആ ഒരു ട്രെൻഡിൽ വരുന്നത് തന്നെയാണ് അലിൻ ജോസ് പെരേര ഇവരൊക്കെ വരും എന്നൊക്കെ പറയുന്നത്. കാരണം ഈ ഇപ്പൊ പുതിയതായിട്ട് ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. അപ്പൊ ആ രീതിയിൽ അതിനൊരു അറ്റൻഷൻ കിട്ടാൻ ബിഗ് ബോസിന്റെ ടീം അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ അത് ഒരു വിജയം തന്നെയാണ് ആ ഒരു വഴിക്ക് ചിന്തിക്കും. കാരണം ആ ഒരു ഷോ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ഇങ്ങനത്തെ ആൾക്കാർ വരുമ്പം കൂടുതൽ അങ്ങനെയുള്ളത് മാത്രം എല്ലാം അത് തന്നെ ആവരുതെന്നാണ്. ഇതിപ്പോ എന്താണെങ്കിലും നമ്മൾ ഇനിയിപ്പോ ഒരു 3-4 പ്രഡിക്ഷൻ ലിസ്റ്റും കൂടി ഇടുമല്ലോ. അപ്പൊ ഒക്കെ ഓരോരുത്തരും ഉണ്ടാവും. ഇവരെല്ലാരും കൂടി ഒരുമിച്ച് വരാതിരുന്നാ മതിയായിരുന്നു. എല്ലാരും കൂടി ഒരുമിച്ച് വന്നാൽ നല്ല രസമായിരിക്കും. എന്തായാലും ബിഗ് ബോസ് അടുക്കുന്നതനുസരിച്ച് നമുക്ക് ഇതിന്റെ കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ശരിക്കും ഇപ്പൊ പറയുന്നതൊന്നും 100-ൽ ഒരു 50% പോലും ഉറപ്പില്ലാത്ത സംഭവങ്ങളാണ്. മേ ബി വന്നേക്കാം. ഇതിന്റെ ഒക്കെ ക്ലാരിറ്റി വരുന്നത് കറക്റ്റ് ആയിട്ട് പറയുന്നത് ജൂലൈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലൊക്കെ ഏകദേശം ഇതിന്റെയൊക്കെ കൺഫേം ആയിട്ടുള്ളത് വരും. എന്താണെങ്കിലും പോവല്ലേ? അപ്പോൾ പോവാം. ഇന്നത്തെ ലിസ്റ്റ് എത്ര പേരാണ്? 7 പേരാണ്.
എന്തായാലും ഈ 7 പേരിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവിധ ആശംസകളും. 7 പേരും വരുവാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും 7 ആശംസകൾ. ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങളെ കീറി മുറിക്കാതെ നല്ല രീതിയിൽ നോക്കി കാണാം. അറിയാം. അപ്പോൾ എന്തായാലും പോവാണ്. ബൈ.